Hi all. Once again, welcome back to Entri. അപ്പോൾ ഇന്ന് നമ്മൾ വലിയൊരു വെബിനാറിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു വരാനിരിക്കുന്ന അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിന് വരാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളുടെ ഡിസ്കഷനാണ്. അപ്പം നമ്മൾ മുമ്പ് ഇതേപോലുള്ള വെബിനാറുകൾ നടന്നിട്ടുണ്ടായിരുന്നു. നാളെ മുതൽ നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നാളെ മുതൽ നമ്മൾ എൻട്രിയിൽ തുടർച്ചയായിട്ട് 10 ദിവസം 10 മൊഡ്യൂളിലായിട്ടുള്ള വെബിനാറുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു വെബിനാർ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടി, അത് പബ്ലിക് ആയിട്ടുള്ള വെബിനാർ അല്ല, സൂം വഴിയുള്ള വെബിനാർ ആയിരിക്കും ഉണ്ടാവുക. അതിനുവേണ്ടി നിങ്ങൾ എൻട്രിയുടെ ടെക്നിക്കൽ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, അതുമായിട്ടുള്ള കൂടുതൽ ഫർദർ ആയിട്ടുള്ള ഇൻഫർമേഷൻ ലഭിക്കും. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഇതേപോലുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനുമായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെഷൻസ് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇന്നിപ്പോൾ 12-ാം തീയതി ആയിട്ട് ഇനി നിയർലി ഒരു 17 ഡേയ്സ് കൂടിയാണുള്ളത്. സോ ആ ഒരു ഡേറ്റിൽ നമ്മൾ പ്രധാനമായിട്ടും എക്സാമിന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പ്രിപ്പറേഷൻ ആയിരിക്കണം കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത്. സ്പെഷ്യലി നമ്മൾ ചെയ്യേണ്ടത് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ലെവൽ ഓഫ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് മറ്റൊരു തലത്തിലേക്ക് ഉയരുന്നുണ്ടാവുക. സോ ഒരു ലാസ്റ്റ് 2 വീക്സ് എന്നുള്ള നിലയിൽ നമ്മൾ മുമ്പ് സ്ട്രാറ്റജി നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്ട്രാറ്റജിയിൽ പറഞ്ഞ കാര്യം ലാസ്റ്റ് 2 വീക്സ് എസ്പെഷ്യലി നമ്മൾ മാറ്റി വെക്കുന്ന എന്തിനു വേണ്ടിയാണ്, കംപ്ലീറ്റ്ലി നമ്മൾ മോക്ക് ടെസ്റ്റുകൾക്ക് വേണ്ടി മാറ്റി വെക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് ഇപ്പോൾ അറിയാം, പാറ്റേണിൽ നമുക്ക് ചെറിയൊരു ചേഞ്ച് ഉണ്ട്. കാരണം നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള സബ്ജക്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ്ലി ഒഴിവായിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ക്ലിയർലി വരുന്നത് ടെക്നിക്കൽ എക്സാംസ്, ടെക്നിക്കൽ ഏരിയയിൽ നിന്ന് മാത്രമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതേപോലെ തന്നെ ടൈം 1.5 hours ആയിരിക്കും നിങ്ങൾക്ക് അലോട്ടഡ് ആയിട്ടുണ്ടാവുക. സോ ആ ഒരു ടൈം മാനേജ്മെന്റും ടെക്നിക്കൽ എക്സാംസ്, ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് മാത്രം വരുമ്പോഴുള്ള ആ ഒരു പ്രാക്ടീസിംഗ് ഒക്കെ ലാസ്റ്റ് ഫ്യൂ എക്സാംസിൽ നമ്മൾ കണ്ടതാണ്. സോ അത് ഒന്നുകൂടി ഒന്ന് തെറോ ആക്കി മാറ്റാനും നിങ്ങളുടെ എക്സാം സ്കിൽസ് ഒന്ന് ഡെവലപ്പ് ചെയ്യാനും വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള മോക്ക് ടെസ്റ്റുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, എൻട്രിയിൽ നമ്മൾ ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ റെഗുലർ ആയിട്ട് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഓൾ ഓഫ് യു ആർ പ്രിപ്പയറിംഗ് വെൽ ഫോർ ദ അപ്കമിങ് എക്സാം അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ. മറ്റൊരു കാര്യം കൂടി, അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാം മാത്രമല്ല അന്ന് നടക്കാൻ പോകുന്നത്, അത് ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്റ്റ് ലിമിറ്റഡിലേക്കാണെങ്കിലും ശരി, അതേപോലെയുള്ള പോസ്റ്റുകളിലേക്ക്, ഒന്നിലധികം പോസ്റ്റുകളിലേക്ക് നടക്കുന്ന എക്സാം ആണ് വരാനിരിക്കുന്നത്. സോ ആ ഒരു എക്സാമിനും കൂടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കോമ്പറ്റീഷൻ, ലെവൽ ഓഫ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും. അപ്പം നമ്മളും അത്രത്തോളം പ്രിപ്പയർഡ് ആയിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഞാൻ ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ്. ഒരു 10 day സ്പെഷ്യൽ ആയിട്ടുള്ള വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള വെബിനാർ സീരീസും മോക്ക് ടെസ്റ്റുകളൊക്കെയാണ് എൻ്റെ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഓഫറിലൂടെ നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, താഴെ കാണുന്ന സ്ക്രോൾ ചെയ്യുന്ന നമ്പറിലാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്തത്. അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് 10 days വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും. 10 days കണ്ടിന്യൂസ് ആയിട്ട് 10 days നമ്മൾ ഇലക്ട്രിക്കൽ ടെക്നിക്കൽ എക്സാമിന് വേണ്ട കണ്ടന്റ് കൃത്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഞാൻ നേരെ നമ്മൾ ടോപ്പിക്കിലേക്ക്, നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ ഡിസ്കഷന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ഫാക്കൽറ്റി ആയിട്ടുള്ള അരവിന്ദ് സാറാണ്. സോ അരവിന്ദ് സാറിന് ഞാൻ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ്. ഈ ഒരു സെഷനിൽ അരവിന്ദ് സാർ ആയിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഐ ആം ഹാൻഡിങ് ഓവർ ദ മൈക്ക് ടു ദി അരവിന്ദ് സാർ. താങ്ക് യു. സോ നമുക്ക് നമ്മുടെ ബേസിക് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് കടക്കാം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 1 നമുക്ക് വരാൻ ചാൻസ് ഉള്ള കുറച്ച് കോമൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കുറച്ച് ഈസി ക്വസ്റ്റ്യൻസും കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ടോട്ടലി അറൗണ്ട് 100 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഒരു മോർ ദാൻ 50% ഈസി ക്വസ്റ്റ്യൻ ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വിൽ ബി ദെയർ വിച്ച് ഇസ് ഗോയിങ് ടു ബി ഓൺ ദ എന്താണ് ടഫർ സൈഡ്, വിച്ച് ഇസ് ഗോയിങ് ടു ബി ഓൺ ദ ടഫർ സൈഡ്. സോ നമുക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഇൻ എ സീരീസ് റെസൊണൻസ് സർക്യൂട്ട്, ശ്രദ്ധിക്കുക, in a series resonance circuit at resonance selectivity Q എന്താണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ
വാല്യൂ ഓഫ് ദ സെലക്ടിവിറ്റി ക്യൂ അറ്റ് റെസൊണൻസ്. സോ ശ്രദ്ധിക്കുക, ഇതിനകത്ത് വന്നിട്ട് സെലക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എന്താണ്, ക്വാളിറ്റി ഫാക്ടർ. സെലക്ടിവിറ്റി ക്യൂ, സെലക്ടിവിറ്റി നമുക്ക് ഓൾറെഡി ക്യൂ എന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഡൗട്ടിന്റെ ആവശ്യമില്ല. സെലക്ടിവിറ്റി ക്യൂ ഈസ് നത്തിങ് ബട്ട് എന്താണ്, ക്വാളിറ്റി ഫാക്ടർ. ഓക്കെ, സോ നമ്മുടെ ഇപ്പോഴത്തെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ഫൈൻഡ് ദ എന്താണ് ക്വാളിറ്റി ഫാക്ടർ ഓഫ് എ സീരീസ് റെസൊണൻസ് സർക്യൂട്ട്. സോ നമുക്ക് ഇതിനകത്ത് ഓൾറെഡി മെൻഷൻ ചെയ്യുന്നുണ്ട് സീരീസ് റെസൊണൻസ് സർക്യൂട്ട് ആണെന്ന്. അതോടൊപ്പം തന്നെ ആറും എല്ലും സിയും പ്രസന്റ് ആണെന്ന് നമുക്ക് ഓപ്ഷനിൽ നിന്ന് തന്നെ മനസ്സിലാവും. സോ അതിനകത്ത് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് സെലക്ടിവിറ്റി ക്യൂ എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. സോ ആദ്യമേ തന്നെ സീരീസ് റെസൊണൻസ് സർക്യൂട്ട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. സോ ഇറ്റ് ഹാസ് എൻ ആർ, എൽ, അതുപോലെ തന്നെ സി അല്ലേ. ഒരു കറണ്ട് സീരീസ് ആയിട്ട് ഫ്ലോ ചെയ്യുന്നുണ്ടാവും. ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എന്താണ്, വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ ഡിവൈഡഡ് ബൈ എന്താണ്, ടോട്ടൽ വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ അല്ലേ. വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് I into omega L ഡിവൈഡഡ് ബൈ വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ ഈസ് I into R. ഞാൻ ആ ഐയും ഈ ഐയും എന്താണ് ക്യാൻസൽ ചെയ്തു. അതുപോലെ തന്നെ ഈ ഒമേഗ എന്ന് പറഞ്ഞാൽ റെസൊണൻസ് ഫ്രീക്വൻസി ആണ്. ഇൻ ദ കേസ് ഓഫ് എ സീരീസ് റെസൊണൻസ് സർക്യൂട്ട് റെസൊണൻസ് ഫ്രീക്വൻസി ഈസ് ഗിവൻ ബൈ 1/√LC. സോ ഈ നോളജ് ഒക്കെ നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ. സോ അതെടുത്ത് ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാനിത് ചെയ്ത് തന്നെ കാണിക്കുന്നത് കാരണം ചില സ്റ്റുഡൻസ് ഇതങ്ങ് ബൈഹാർട്ട് ചെയ്ത് പഠിക്കും. പക്ഷെ നമുക്ക് എന്താണ് ഒരു ബേസിക് അപ്രോച്ചിൽ നിന്നും ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഒരിക്കലും തെറ്റത്തില്ല. സോ ക്വാളിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് omega 0 ഇൻ ദിസ് ഇക്വേഷൻ. അപ്പൊ എന്താണ് 1/√LC into L/R. സോ എന്തായിരിക്കും, ഇറ്റ് ഈസ് 1/R into √L divided by C. So this is the value of quality factor of a series resonance circuit. So നമ്മുടെ ആൻസർ എന്താണ്, ആൻസർ ഇസ് ഗോയിങ് ടു ബി 1/R into √L/C. സോ ഇതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഒരു വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ സീരീസ് റെസൊണൻസിൽ ഞാനിപ്പോൾ omega 0 = 1/√LC കിട്ടും അല്ലേ. നേരെ മറിച്ചു ഇവിടെ ഒരു ഇൻഡക്ടറിന് പകരം 2 ഇൻഡക്ടർ തന്നിട്ട് ഡോട്ട് പൊളാരിറ്റി കൺവെൻഷൻ കൂടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ യൂസ് ചെയ്യുന്ന ഇൻഡക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വലന്റ് ഇൻഡക്ടൻസ് ആയിരിക്കണം. അതായത് ഡോട്ട് കൺവെൻഷൻ ബേസ് ചെയ്തിട്ട് മ്യൂച്വൽ കപ്പിൾഡ് സർക്യൂട്ടിനകത്ത് ഇക്വലന്റ് ഇൻഡക്ടൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. സോ ആ ഒരു ഒറ്റ ഡിഫറൻസ് മാത്രമേ ഇതിനകത്തൊരു വെറൈറ്റി ചോദിക്കാനുള്ളൂ. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ ആൻ AC സീരീസ് RLC സർക്യൂട്ട്, എന്താണ് ഒരു AC സീരീസ് RLC സർക്യൂട്ട് ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. ഇറ്റ് ഈസ് എ സീരീസ് RLC സർക്യൂട്ട്. The voltage across the R and L is 20 volt. ശ്രദ്ധിക്കുക, voltage across the resistance and inductor is 20 volt. Voltage across L and C എന്ന് പറയുന്നത് it is 9 volt. And the voltage across R, L and C is 15 volt. അങ്ങനെയാണെങ്കിൽ what is the voltage across C എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ശ്രദ്ധിക്കുക, ഇതിനകത്ത് വോൾട്ടേജ് അക്രോസ് R and L എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ചെറിയൊരു പോയിന്റ് ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. ഇറ്റ് ഈസ് നോട്ട് VR plus VL. ടോട്ടൽ വോൾട്ടേജ് അക്രോസ് R and L എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആക്ച്വലി എന്താണ് VR plus J into VL അല്ലേ. കാരണം എന്താണ്, ഇപ്പൊ ഇതാണ് റെസിസ്റ്റൻസ് റിയൽ പാർട്ട് എങ്കിൽ അതിന്റെ ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രി ലീഡിംഗ് ആയിരിക്കും അല്ലേ. സോ VL and VR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി 90 degrees വിത്ത് റെസ്പെക്ട് ടു ഈച്ച് അതർ. സോ VR plus VL എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് 20 volt. അതുപോലെ തന്നെ വോൾട്ടേജ് അക്രോസ് ദ L and C. സോ നമുക്ക് അതിനെ VL plus VC ഇടാം അല്ലെ. VL plus VC VL minus VC നോക്കുക നമുക്ക് ഇടാം. ഇസ് ഈക്വൽ ടു എന്താണ്, നമുക്ക് 9 volt എന്ന് വരും. കാരണം ഇത് റെസൊണൻസിലാണ്. ഇറ്റ്സ് an AC series RLC സർക്യൂട്ട് അല്ലേ. സോ വോൾട്ടേജ് അക്രോസ് ദ ടോട്ടൽ വോൾട്ടേജ് അക്രോസ് L and C എന്ന് പറയുന്നത് എന്താണ്, I into J XL minus I into J XC അല്ലേ. അതായത് എന്താണ് I into J into I into XL minus X. ഞാൻ നെഗറ്റീവ് കാണിക്കാൻ വേണ്ടി ഞാൻ നെഗറ്റീവ് ഇട്ടുന്നേ ഉള്ളൂ, പോസിറ്റീവ് എടുത്താലും കുഴപ്പമില്ല. സോ ശ്രദ്ധിക്കുക, VL minus VC is equal to 9 volt. അതുപോലെ തന്നെ വോൾട്ടേജ് അക്രോസ് R, L and C. സോ എല്ലും സിയും എന്താണ് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി ദ മാറ്റർ വിത്ത് വോൾട്ടേജ് അക്രോസ് ദ C. സോ ടോട്ടൽ വോൾട്ടേജ് അക്രോസ് RLC എന്ന് പറഞ്ഞാൽ VR plus J into VL minus VC, which is equal to
എത്രയാണെന്ന് പറയുന്നുണ്ട്? ഇറ്റ് ഈസ് ഗിവൺ ആസ് 15 വോൾട്ട് അല്ലേ, 15 വോൾട്ട് ആണെന്ന് പറയുന്നുണ്ട്. സോ ഇനിയിപ്പോ കാര്യങ്ങൾ ഈസി ആവും, കാരണം വി എൽ മൈനസ് വി സി, അതായത് ടോട്ടൽ വോൾട്ടേജ് അക്രോസ് എൽ ആൻഡ് സി ഇസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ അല്ലേ. സോ നമുക്ക് എന്താണ്, വി ആർ പ്ലസ് ജെ 9 ഈസ് ഈക്വൽ ടു 15 വോൾട്ട് എന്ന് നമുക്ക് കിട്ടും അല്ലേ. അതിൽ നിന്നും വി ആർ കാൽക്കുലേറ്റ് ചെയ്യാം. വി ആറിന്റെ വാല്യൂ എന്തായിരിക്കും? ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കണം അല്ലേ. ഇറ്റ് ഈസ് റൂട്ട് ഓഫ് വി ആർ സ്ക്വയർ പ്ലസ് 9 സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്, 15 എന്നാണ്. സോ വി ആർ ഇസ് ഈക്വൽ ടു എന്താണ്, 15 സ്ക്വയർ മൈനസ് 9 സ്ക്വയറിന്റെ റൂട്ട് ആയിരിക്കും. ഈ ഒരൊറ്റ പോയിന്റ് മാത്രം ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് കിട്ടും. 15 സ്ക്വയർ മൈനസ് 9 സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്, 15 സ്ക്വയർ ഇസ് 225 മൈനസ് 9 സ്ക്വയർ ഇസ് 81 ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 144. റൂട്ട് 144 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 വോൾട്ട്. സോ നമുക്ക് എന്താണ് ഇപ്പോൾ 12 വോൾട്ട് കിട്ടിയത്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റൻസ് ആർ. സോ വി ആർ കിട്ടിക്കഴിഞ്ഞാൽ നൗ ഇറ്റ്സ് ഈസി അല്ലേ, വി ആർ കിട്ടി. നൗ വി ക്യാൻ കാൽക്കുലേറ്റ് വി എൽ. വി ആറും വി എല്ലും 90 ഡിഗ്രി ഇൻ ഫേസ് ആണ്, സോറി 90 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആണ്, ക്വാഡ്രേച്ചറിലാണ്. സോ വി ആർ ഇസ് ഈക്വൽ ടു 12 വോൾട്ട് അല്ലേ. വി ആർ ഇസ് ഈക്വൽ 12 വോൾട്ട്. ഞാനത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 12 പ്ലസ് ജെ ഇൻറ്റു വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ ഇസ് ഈക്വൽ ടു 20 വോൾട്ട് അല്ലേ. സോ വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ എന്തായിരിക്കും? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 20 സ്ക്വയർ മൈനസ് 12 സ്ക്വയറിന്റെ റൂട്ട് ആയിരിക്കും. കാരണം എന്താണ്, 12 സ്ക്വയർ പ്ലസ് വി എൽ സ്ക്വയർ ദ ഹോൾ റൂട്ട് ആണ് 20. സോ 20 സ്ക്വയർ മൈനസ് 12 സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്, 20 സ്ക്വയർ ഇസ് 400, 12 സ്ക്വയർ ഇസ് 144. അത് രണ്ടും കൂടെ മൈനസ് ചെയ്യാം അല്ലേ. 400 മൈനസ് 144 ചെയ്യാം. സോ യു ബി ഗെറ്റിംഗ് അറൌണ്ട് 256 എന്ന് നിങ്ങൾക്ക് കിട്ടും. 256 അതിന്റെ റൂട്ട് അല്ലേ, റൂട്ട് ഓഫ് 256. സോ ഇസ് ഈക്വൽ ടു നമുക്ക് 16 വോൾട്ട് എന്ന് വരും. റൂട്ട് ഓഫ് 256 എന്താണ്, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എന്താണ്, 16 വോൾട്ട്. സോ വി എൽ കിട്ടി അല്ലേ, വി എൽ ഇസ് 16 വോൾട്ട്. വി എൽ ഇസ് 16 വോൾട്ട്. സോ വി എൽ 16 വോൾട്ട് ആണെങ്കിൽ വി സി എന്തായിരിക്കും? കാൽക്കുലേറ്റ് ചെയ്യാം. വി എൽ മൈനസ് വി സി ഈക്വൽ ടു 9 വോൾട്ട്. ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വി സി കിട്ടും. ഇറ്റ് ഈസ് 16 മൈനസ് 9. എത്രയാണ് 16 മൈനസ് 9? ഇറ്റ് ഈസ് 7 വോൾട്ട്. സോ നമ്മുടെ ആൻസർ എന്താണ്? ആൻസർ ഈസ് ഗോയിങ് ടു ബി 7 വോൾട്ട്. സോ ഇങ്ങനെ സീരീസ് ആർ എൽ സി സർക്യൂട്ടിനെ ബേസ് ചെയ്ത് ചോദിക്കാൻ പറ്റിയ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇത്. സോ ഇതിനകത്ത് നമുക്ക് അറിയേണ്ടത് വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടറും വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്ററും എന്താണ്, ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും. പക്ഷെ ഔട്ട് ഓഫ് ഫേസ് ആയതുകൊണ്ട് നമുക്ക് വി എൽ മൈനസ് വി സി ആയിട്ട് എടുക്കാം. പക്ഷെ റെസിസ്റ്റർ മാത്രം രണ്ടും തമ്മിൽ 90 ഡിഗ്രി എന്താണ് ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ മാഗ്നിറ്റ്യൂഡ് റെസിസ്റ്റൻസിനെ ബേസ് ചെയ്തെടുക്കുമ്പോൾ ആർ സ്ക്വയർ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ദ ഹോൾ സ്ക്വയർ, അതാണ് ശരിക്കും ടോട്ടൽ വോൾട്ടേജ് അക്രോസ് ദ സീരീസ് ആർ എൽ സി സർക്യൂട്ട്. ഓക്കെ, നമ്മുടെ ആൻസർ എന്താണ്? 7 വോൾട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വോൾട്ടേജ് ആൻഡ് കറന്റ് വേവ് ഫോംസ് ഫോർ ആൻ എലമെന്റ് ആർ ഷോൺ ഇൻ ദ ഫിഗർ. ഒരു എലമെന്റിന്റെ വോൾട്ടേജ് വേവ് ഫോമും അതുപോലെ തന്നെ കറന്റ് വേവ് ഫോമും നമുക്ക് എന്താണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സർക്യൂട്ടിന്റെ എലമെന്റ് ഏതാണ് ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. വി ആർ റിക്വയർഡ് ടു ഐഡന്റിഫൈ ദ എന്താണ് സർക്യൂട്ട് എലമെന്റ്. ശ്രദ്ധിക്കുക, കറന്റ് വേവ് ഫോം അല്ലേ, ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം, ഇറ്റ് ഇസ് എ ലീനിയർ ഗ്രാഫ് അല്ലേ. അതുപോലെ തന്നെ വോൾട്ടേജ് അക്രോസ് ദ ടൈം അല്ലെങ്കിൽ വോൾട്ടേജ് അക്രോസ് ദ ഡിവൈസ് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എന്താണ്, അപ് ടു 2 സെക്കൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ്. അപ് ടു 2 സെക്കൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ്. ശരി, അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, കറന്റ് ഈസ് വേരിയിങ് ലീനിയർലി വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ലേ. സോ വി ഹാവ് ഡി ഐ ബൈ ഡി ടി. സോ വി ഹാവ് ഡി ഐ ബൈ ഡി ടി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറന്റ് ഇസ് എ കോൺസ്റ്റന്റ്. എത്രയാണ് ഡി ഐ ബൈ ഡി ടി? ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് അല്ലേ, ദാറ്റ് ഈസ് 2 ആംപിയർ ബൈ 2 സെക്കൻഡ്സ്. 2 ആംപിയർ ബൈ 2 സെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ഇതിനകത്ത് ആംപിയറും സെക്കൻഡ്സും ഒക്കെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ഓൾ ആർ ഇൻ എന്താണ് എസ് ഐ യൂണിറ്റ്സ്. സോ ഞാൻ തൽക്കാലം മാഗ്നിറ്റ്യൂഡ് മാത്രം പറയാം. ഡി ഐ ബൈ ഡി ടി ഈസ് 1 ആംപിയർ പെർ സെക്കൻഡ് ആണ്. നമുക്ക് സർക്യൂട്ടിന്റെ എലമെന്റിനെ ഐഡന്റിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ അല്ലേ. ശരി, നോക്കാം. വോൾട്ടേജ് അക്രോസ് ദ ഡിവൈസ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ് അറ്റ് ദിസ് ടൈം വെൻ ദ കറന്റ് ത്രൂ ദ ഡിവൈസ് ഇസ് വേരിയിങ് ലീനിയർലി വിത്ത് റെസ്പെക്ട് ടു ടൈം. സോ എന്തായാലും റെസിസ്റ്റർ അല്ല എന്ന് നമുക്കറിയാം. നൗ ഇറ്റ് ഇസ് ഐദർ എന്താണ്, ഇൻഡക്ടർ ഓർ കപ്പാസിറ്റർ.
നമുക്കൊരു ചാൻസ് എടുത്ത് നോക്കാം. ഞാൻ ഒരു ഇൻഡക്ടർ ആണെന്ന് പറഞ്ഞ് അസ്യൂം ചെയ്തുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൽ ഇൻറ്റു ഡി ഐ ഡിവൈഡഡ് ബൈ ഡി ടി. ഓക്കെ, സോ വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ ഫ്രം ദ ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാവും വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ ഇസ് എ കോൺസ്റ്റന്റ്. എന്താണ്? 2 വോൾട്ട് അല്ലേ? ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ് വിച്ച് ഇസ് 2 വോൾട്ട്. അങ്ങനെയാണെങ്കിൽ ഡി ഐ ബൈ ഡി ടി ഷുഡ് ബി എ കോൺസ്റ്റന്റ്. നമുക്കറിയാം ഡി ഐ ബൈ ഡി ടി കോൺസ്റ്റന്റ് ആണ്. ഡി ഐ ബൈ ഡി ടി ഇസ് 1. അങ്ങനെയാണെങ്കിൽ ഡി ഐ ബൈ ഡി ടി ലീനിയർലി വേരിയിങ് ഗ്രാഫ് ആണെങ്കിൽ വി ആർ ഹാവിംഗ് എ കോൺസ്റ്റന്റ് വോൾട്ടേജ് അക്രോസ് ദ ഡിവൈസ്. കറക്റ്റ് ആണ്. സോ ദിസ് ഇസ് നത്തിങ് ബട്ട് ആൻ ഇൻഡക്ടർ. സോ നമ്മൾ എന്താണ്, നമ്മളുടെ ഡിവൈസിനെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇറ്റ് ഈസ് ആൻ ഇൻഡക്ടർ. ഇനി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു പാടില്ല അല്ലേ? വോൾട്ടേജ് അക്രോസ് ദ ഡിവൈസസ് എന്താണ്? 2 is equal to L into di by dt is 1, which implies L എന്താണ്? L is 2 Henry. So നമ്മുടെ ഡിവൈസ് എന്താണ്? ഡിവൈസ് is an inductor with value 2 Henry. അതുപോലെ തന്നെ ഇതിന്റെ ഒരു വേരിയേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും നമുക്ക് എക്സാമിനേഷനകത്ത് ചെറുതായിട്ട് എക്സ്പെക്ട് ചെയ്യാം. അതായത് വോൾട്ടേജിന്റെ കർവ് പാരാബോളിക് ഒക്കെ തന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻഡക്ടർ ആണോ കപ്പാസിറ്റർ ആണോ എന്ന് നമുക്കറിയാം. കപ്പാസിറ്റർ ആണെങ്കിൽ current through the capacitor is given by I is equal to C into dV by dt അല്ലേ? സോ വോൾട്ടേജിന്റെ വേരിയേഷൻ ലീനിയർ ആണെങ്കിൽ കപ്പാസിറ്ററിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് ഈ രണ്ട് വേവ് ഫോമും അങ്ങോട്ടും ഇങ്ങോട്ടും റിവേഴ്സ് ആയിട്ട് വരും. ഇവിടെ വി ഓഫ് ടിയും ഇത് ഐ ഓഫ് ടി ആയിരുന്നെങ്കിൽ ദാറ്റ് ക്യാൻ ബി എ കപ്പാസിറ്റർ. ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫോർ ദ സർക്യൂട്ട് ഷോൺ ബിലോ ദ വാല്യൂ ഓഫ് ദ റെസിസ്റ്റൻസ് ആർ ഈസ് അഡ്ജസ്റ്റഡ് സോ as to make the current in RL equal to 0. So for the circuit shown below, the value of the resistor R is adjusted so as to make the current in RL should be equal to 0. What is the value of R എന്നാണ് question. അതായത് ഈ R അഡ്ജസ്റ്റ് ചെയ്യണം such that RL കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് should be equal to 0. ഇതൊരു വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നമുക്ക് ഫിഗറിനകത്ത് തന്നിരിക്കുന്ന പാറ്റേണിൽ മാത്രം ചെറിയൊരു ഡിഫറൻസ് കാണാൻ സാധിക്കുന്നു എന്നേ ഉള്ളൂ. സോ ദിസ് ഇസ് നത്തിങ് ബട്ട് എന്താണ്? ഇതൊരു വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് തന്നെയാണ്. സപ്ലൈ കൊടുത്തിട്ടുണ്ട് 5 ohm, 10 ohm, 4 ohm, 6. ഇതാണ് നമ്മുടെ ലോഡ് റെസിസ്റ്റൻസ്. ഇതിനെ ഒന്ന് റീഡ്രോ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ അല്ലേ? സോ നമ്മൾ റീഡ്രോ ചെയ്തൊന്നും എക്സാമിനേഷനകത്ത് ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. നമുക്കറിയാം ദിസ് ഇസ് എ വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ്. അതായത് ഈ വോൾട്ടേജ് മൊത്തത്തിൽ ഒന്ന് റീഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജിന്റെ പാറ്റേണിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സോൾവിംഗിലേക്ക് പോവാം. വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജിന്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് 10 divided by 4 should be equal to 5 divided by R. എന്താണ്? റേഷ്യോ ഓഫ് ദ എന്താണ് ബ്രാഞ്ചസ് should be same. So 10 divided by 4 is equal to 5 divided by R. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ R is equal to 2 ohms എന്ന് വരും. ആക്ച്വലി എന്താണ് ഇപ്പോൾ സംഭവിച്ചത്? R is equal to 2 ohm എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ പോയിന്റിലെ ടെർമിനൽ വോൾട്ടേജും ഈ പോയിന്റിലെ വോൾട്ടേജും സെയിം ആയിട്ട് കിട്ടും. അങ്ങനെ സെയിം ആയിട്ട് വരുമ്പോൾ ഉള്ള കണ്ടീഷനാണ് ആക്ച്വലി എന്താണ് റേഷ്യോ ഓഫ് ദ ആംസ് സെയിം ആകുക എന്നുള്ളത്. സോ ഈ രണ്ട് വോൾട്ടേജ് സെയിം ആണെങ്കിൽ ഈ RL എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലി എന്താണ് ഫിസിക്കലി കണക്റ്റഡ് ആണെങ്കിൽ പോലും ഇലക്ട്രിക്കലി അത് ഡിസ്കണക്ട് ആയിട്ട് ഇരിക്കുന്നതായിട്ട് നമുക്ക് പറയാം. there will not be any current flowing through RL. സോ നമ്മുടെ ആൻസർ എന്താണ്? ആൻസർ കംസ് ഔട്ട് ടു ബി ഓപ്ഷൻ ബി. Next question. For the network shown in the figure below, what is the voltage across the current source? For the network shown in the figure below, what is the voltage across the current source? So ശ്രദ്ധിക്കുക. ശരി, ഇതാണ് നമ്മുടെ കറണ്ട് സോഴ്സ് അല്ലേ? Here we have a current source. സോ ഈ കേസിനകത്ത് ഈ കറണ്ട് സോഴ്സിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് എത്ര എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈസി ക്വസ്റ്റ്യൻ ആണല്ലേ? ശ്രദ്ധിക്കുക. നമ്മൾ ഇതിനകത്ത് സൂപ്പർ പൊസിഷൻ ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും നിൽക്കരുത്. വളരെ ഈസി ആയിട്ട് എങ്ങനെ അപ്രോച്ച് ചെയ്യാമെന്ന് മാത്രം ഒബ്സർവ് ചെയ്താൽ മതി. എങ്ങനെ അപ്രോച്ച് ചെയ്യാം? ദിസ് ഇസ് എ കറണ്ട് സോഴ്സ് അല്ലേ? ഈ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് കറണ്ട് സോഴ്സ് ഫ്ലോയിങ് ത്രൂ ദ റെസിസ്റ്റർ ആർ വിൽ പ്രൊഡ്യൂസ് എ വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ ദിസ് മാനർ. എന്താണ്? I into R. സോ നമുക്ക് വേണ്ടത് ഈ ടെർമിനൽ അക്രോസ് ഉള്ള വി ആർ റിക്വയർഡ് ടു ഫൈൻഡ് ദ വോൾട്ടേജ് അക്രോസ് ദിസ് ടെർമിനൽ അല്ലേ? എ ബി ആണെങ്കിൽ വി ആർ റിക്വയർഡ് ടു ഫൈൻഡ് വി എ ബി. നമ്മുടെ ഡ്യൂട്ടി വി എ ബി കാൽക്കുലേറ്റ് ചെയ്യലാണ്. എന്തായിരിക്കും വി എ ബി? ദിസ് ഇസ് പ്ലസ്, ദിസ് ഇസ് മൈനസ്, ദിസ് ഇസ് പ്ലസ് ആൻഡ് ദിസ് ഇസ് മൈനസ്. സോ ടോട്ടൽ വി എ ബി എന്തായിരിക്കും?
ഞാൻ ഈ പാത്തിൽ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഐ ഇൻറ്റു ആർ പ്ലസ് വി. എന്താണ് വി പ്ലസ് ഐ ഇൻറ്റു ആർ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ. സോ അവർ ആൻസർ ഈസ് ഗോയിങ് ടു ബി എന്താണ്? അവർ ആൻസർ ഈസ് ഗോയിങ് ടു ബി ഓപ്ഷൻ ബി. എന്താണ്? വി പ്ലസ് ഐ ഇൻറ്റു ആർ. ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? ശ്രദ്ധിക്കുക, ദ നമ്പർ ഓഫ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് 2 മൈക്രോഫാരഡ് 300 വോൾട്ട് കപ്പാസിറ്റേഴ്സ്. സോ ഇതിനകത്ത് നമുക്ക് ഒരു കപ്പാസിറ്റർ തന്നിട്ടുണ്ട്, 2 മൈക്രോഫാരഡ് 300 വോൾട്ട് ആണ് റേറ്റിംഗ്. നീഡഡ് ടു ഒബ്റ്റെയിൻ എ കപ്പാസിറ്റൻസ് വാല്യൂ ഓഫ് 2 മൈക്രോഫാരഡ് റേറ്റഡ് ഫോർ 1200 വോൾട്ട്. റേറ്റഡ് ഫോർ 1200 വോൾട്ട്. അങ്ങനെയാണെങ്കിൽ എത്ര കപ്പാസിറ്റേഴ്സ് വേണം എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ശരി, നമുക്ക് നോക്കാം എത്ര കപ്പാസിറ്റേഴ്സ് വേണ്ടി വരുമെന്ന്. 2 മൈക്രോഫാരഡ് 300 വോൾട്ട് അല്ലേ? അത് യൂസ് ചെയ്ത് 1200 വോൾട്ട് എത്തണമെങ്കിൽ, അതായത് വോൾട്ടേജ് റൈസ് ആയിട്ട് വരണമെങ്കിൽ കപ്പാസിറ്റേഴ്സ് ഹാസ് ടു ബി കണക്റ്റഡ് ഇൻ സീരീസ് അല്ലേ? കപ്പാസിറ്റേഴ്സ് നമുക്ക് എന്താണ് സീരീസ് ആയിട്ട് തന്നെ കണക്ട് ചെയ്താവണം. എങ്ങനെയായിരിക്കും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക? ഈ ഒരു പാറ്റേണിൽ നമ്മൾ 4 കണക്ട് ചെയ്താൽ നമുക്ക് ഇവിടെ 300, ഇവിടെ 300, 300 ആൻഡ് 300. ടോട്ടലി എത്രയാണ്? വി ഹാവ് 1200 വോൾട്ട്. സോ നമ്മുടെ വോൾട്ടേജ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു അല്ലേ? സോ ടോട്ടൽ കപ്പാസിറ്റൻസ് വേണ്ടത് എത്രയാണ്? ടോട്ടൽ കപ്പാസിറ്റൻസ് 2 മൈക്രോഫാരഡ് അല്ലേ? പക്ഷെ പ്രോബ്ലം എന്താണ്? നമ്മൾ 4 കപ്പാസിറ്റേഴ്സ് സീരീസ് ആക്കി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ the net capacitance of the line എന്ന് പറയുന്നത് എന്തായിരിക്കും? C divided by N. Unlike resistor connected in series അല്ലേ? Resistor ആണെങ്കിൽ N into R, ഇവിടെ C divided by N. So total capacitance ഇപ്പോൾ എത്രയായി? Capacitance of a single branch എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2 മൈക്രോഫാരഡ്, ഇവിടെ 2 മൈക്രോഫാരഡ്, this is 2 മൈക്രോഫാരഡ്, this is also 2 മൈക്രോഫാരഡ് അല്ലേ? So capacitance of a single branch എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി മാറി? Capacitance of the single branch is 2 divided by 4. എത്ര കപ്പാസിറ്റേഴ്സ് ഉണ്ട്? 4 കപ്പാസിറ്റർ. സോ 2 divided by 4 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് 0.5 മൈക്രോഫാരഡ് ആയിപ്പോയി. വോൾട്ടേജ് സാറ്റിസ്ഫൈ ചെയ്തു, കപ്പാസിറ്റൻസിന്റെ വാല്യൂ നമുക്ക് വളരെ കുറഞ്ഞു. സോ കപ്പാസിറ്റൻസിന്റെ വാല്യൂ ഇനി എന്ത് ചെയ്യണം? റൈസ് ചെയ്യണം. കീപ്പിംഗ് വോൾട്ടേജ് കോൺസ്റ്റന്റ്. വോൾട്ടേജ് കോൺസ്റ്റന്റ് ആക്കി നിർത്തണമെങ്കിൽ സീരീസ് ബ്രാഞ്ചിൽ നമ്മൾ എന്താണ് ഇനി കപ്പാസിറ്റേഴ്സ് ആഡ് ചെയ്യരുത്. നൗ ഇതിന് അക്രോസ് പാരലലായിട്ട് നമുക്ക് ഇനി ആഡ് ചെയ്യാം. 0.5 മൈക്രോഫാരഡ് ആണല്ലേ? ഈ 4 സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത ഒരു സ്ട്രിംഗിൽ 0.5 മൈക്രോഫാരഡ് ആണ് നെറ്റ് കപ്പാസിറ്റൻസ്. സോ ഞാൻ ഇനി ഒരു സ്ട്രിംഗും കൂടെ കണക്ട് ചെയ്തെന്ന് വിചാരിച്ചോ. സോ 0.5 കൂടെ 1 മൈക്രോഫാരഡ് ആയി അല്ലേ? വീണ്ടും ഞാനൊരു സ്ട്രിംഗ് കണക്ട് ചെയ്തു എന്ന് വിചാരിച്ചോ, 1.5 മൈക്രോഫാരഡ് ആയി. കാരണം കപ്പാസിറ്റേഴ്സ് നമ്മൾ പാരലലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് വാല്യൂ വിൽ ഇൻക്രീസ് n ടൈംസ്. സോ ഞാൻ ഇനി 4 ബ്രാഞ്ച് പാരലലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ, അതായത് ഇവിടെ 4 ഉണ്ട്, 0.5 ആയി. അതേ സെറ്റ് ഞാൻ ഒന്നും കൂടെ ആഡ് ചെയ്തപ്പോൾ 0.5 മൈക്രോഫാരഡ്, 0.5 മൈക്രോഫാരഡ് ആൻഡ് ലാസ്റ്റ് ഓൾസോ വി ഹാവ് 0.5 മൈക്രോഫാരഡ്. സോ ടോട്ടലി എത്ര വരും? ടോട്ടലി അവർ ആൻസർ കംസ് ഔട്ട് ടു ബി എന്താണ്? 2 മൈക്രോഫാരഡ്. സോ ടോട്ടലി എന്താണ്? 2 മൈക്രോഫാരഡ് കിട്ടി. So question എന്താണ്? The number of capacitors needed to obtain the capacitance value. ഓരോ സ്ട്രിംഗിലും 4 കപ്പാസിറ്റർ വേണം. അങ്ങനെ നമ്മൾ 4 സ്ട്രിംഗ് യൂസ് ചെയ്യുന്നു. സോ ടോട്ടൽ കപ്പാസിറ്റൻസ് റിക്വയർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 4 into 4 which is equal to 16. സോ നമ്മുടെ ആൻസർ എന്താണ്? Our answer comes out to be 16 capacitors. Next question, what is the current through the 2 ohm resistance for the circuit as shown below? ഇതൊക്കെ ഈസി ക്വസ്റ്റ്യൻ ആണ്. സോ വാട്ട് ഇസ് ദ കറന്റ് ത്രൂ ദ 2 ohm റെസിസ്റ്റൻസ് ഫോർ ദ സർക്യൂട്ട് ഷോൺ ബിലോ? എന്തായിരിക്കും ആൻസർ എന്ന് നോക്കാം. സർക്യൂട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. 20 വോൾട്ട് അല്ലേ? ദർ ഇസ് എ 20 വോൾട്ട്. ഇവിടെ 6V എന്ന് കൊടുത്തേക്കുന്നു, ഇവിടെ V എന്ന് കൊടുത്തേക്കുന്നു അല്ലേ? ശ്രദ്ധിക്കുക, ദിസ് ഇസ് എ ഡിപ്പെൻഡന്റ് സോഴ്സ് അല്ലേ? ദിസ് ഇസ് എ ഡിപ്പെൻഡന്റ് സോഴ്സ്. സോ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഡെഫിനറ്റ്ലി ഇൻ ടേംസ് ഓഫ് വേരിയബിൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. സോ ദിസ് 6V എന്ന് പറയുന്നത് ശരിക്കും ഇതാണ് 6 times V. ദിസ് ഇസ് ആക്ച്വലി എന്താണ്? 20 വോൾട്ട്. ഇൻഡിപെൻഡന്റ് സോഴ്സ് ആണ്. സോ ദിസ് ഈസ് ഗോയിങ് ടു ബി 20 വോൾട്ട്. സോ പൊട്ടൻഷ്യൽ അറ്റ് ദിസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 20 വോൾട്ട്. ഓക്കെ, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 20 വോൾട്ട്.
സോ നമുക്കിനി എന്താണ് ഈ വി കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ അല്ലേ. ഈ വി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം ശ്രദ്ധിക്കുക, ഈസിയാണ്. ഇവിടെ 20 വോൾട്ട് അല്ലേ, ഞാനിനി ഈ ഒരു ലൈൻ മാത്രം ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. 20 വോൾട്ട്, അതായത് ഈ ബ്രാഞ്ചിന് അക്രോസ് എനിക്ക് പ്ലസ് മൈനസ് 20 വോൾട്ട് വരണമെങ്കിൽ ദാറ്റ് ഇസ് നത്തിങ് ബട്ട് എന്താണ്, സം ഓഫ് ദ വോൾട്ടേജ് ഓഫ് ദിസ് ബ്രാഞ്ച് അല്ലേ, സം ഓഫ് ദ വോൾട്ടേജ് ഓഫ് ദിസ് ബ്രാഞ്ച്, സം ഓഫ് ദ വോൾട്ടേജ് ഓഫ് ദിസ് ബ്രാഞ്ച്. സോ 20 വോൾട്ട് അത് മൈനസ് പ്ലസ് 20 മൈനസ് പ്ലസ് വി. സോ ഞാൻ 20 വി കാണിക്കുന്നില്ല, കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് പ്ലസ് വി എന്ന് കൊടുക്കാം. മൈനസ് പ്ലസ് മൈനസ് പ്ലസ്, ഇവിടെ പ്ലസ് മൈനസ്. സോ 20 പ്ലസ് വി എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് 6V. 20 പ്ലസ് വി ഇസ് ഈക്വൽ ടു 6V. സോ ഡയറക്ട്ലി നമുക്ക് വി എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. വി ക്യാൻ ബി കാൽക്കുലേറ്റഡ്. എങ്ങനെയാണ്, 20 പ്ലസ് വി ഇസ് ഈക്വൽ ടു 6V. ദാറ്റ് മീൻസ് 5V ഇസ് ഈക്വൽ ടു 20, വി ഇസ് ഈക്വൽ ടു 4. വി ഇസ് ഈക്വൽ ടു 4 വോൾട്ട്. ശ്രദ്ധിക്കുക, വി ഇസ് നത്തിങ് ബട്ട് 4 വോൾട്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഇസ് ദ കറണ്ട് ത്രൂ ദ 2 ohm റെസിസ്റ്റൻസ് അല്ലേ. 2 ohm റെസിസ്റ്റൻസിൽ കൂടെയുള്ള കറണ്ട് എന്താണ്, once V is calculated, resistance of the V is given. So current through the V എന്താണ്, current through the VI is nothing but എന്താണ്, I is equal to V divided by 2. എന്താണ്, 4 divided by 2 which is equal to 2 ampere. So current through the V എന്താണ്, the answer is going to be 2 ampere. സോ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഡിപ്പെൻഡന്റ് സോഴ്സ് ഒരു വി കൊടുത്തിട്ടുണ്ട്. ഈ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഫിഗറിനകത്ത് ഏത് വാല്യൂവിനെയാണ് ഡിപ്പെൻഡ് ചെയ്തേക്കുന്നത് എന്നും കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഈ വിയും കൺഫ്യൂസ്ഡ് ആവരുത്. വെറുതെ ഒരു അനാവശ്യ കൺഫ്യൂഷൻ എന്താണ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഒരു കാര്യം പറഞ്ഞേക്കുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഒപ്പാമിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ് ആൻഡ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയേഴ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ ശ്രദ്ധിക്കുക. An op-amp is used in the circuit as shown in the below figure. ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയർ കാണിക്കുന്നുണ്ട്. സോ ഫ്രം ദ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് മൊത്തം അറിഞ്ഞിരിക്കണം. ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സും പ്രാക്ടിക്കൽ ക്യാരക്ടറിസ്റ്റിക്സും അപ്രോക്സിമേറ്റ് വാല്യൂ ഉൾപ്പെടെ അറിഞ്ഞിരുന്നാൽ ഇറ്റ് വിൽ ബി ബെനിഫിഷ്യൽ ഫോർ യു. അതായത് അപ്രോക്സിമേറ്റ് പ്രാക്ടിക്കൽ വാല്യൂ. വേസ്റ്റ് കേസിൽ അത് ചോദിക്കാം. ഓക്കെ, so an ideal op-amp is used in the circuit as shown in the below figure. ആയിക്കോട്ടെ, what is the value of current I0? ഇവിടെ current I0 കാണിക്കുന്നുണ്ട്. And in this figure an ideal operational amplifier is given. So ശ്രദ്ധിക്കുക, ഈ ഓപ്പറേഷണൽ ആംപ്ലിഫയറിൽ what is the value of current I0 എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സിന്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് അറിഞ്ഞിരിക്കണം. പോയിന്റ് നമ്പർ 1 ഇവിടെ മെൻഷൻ ചെയ്യാൻ പോകുന്നത് ഈസ് റിഗാർഡിംഗ് വെർച്വൽ ഗ്രൗണ്ട് പ്രോപ്പർട്ടി. അതായത് ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയർ നെഗറ്റീവ് ഫീഡ്ബാക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ, പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടാകാതിരിക്കുകയോ ചെയ്യാം, നെഗറ്റീവ് ഫീഡ്ബാക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ മാത്രം there will be virtual ground theory, according to which positive terminal potential and negative terminal potential will be same. ശ്രദ്ധിക്കുക, വി എസ് എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് ഞാൻ ഇവിടെ കൊടുത്താൽ ഇവിടെയും വി എസ് പ്രസന്റ് ആയിരിക്കും. ഈ വി എസ് ഇവിടെ പ്രസന്റ് ആണ് മീൻസ് ദാറ്റ് വി എസ് ഇസ് പ്രസന്റ് അറ്റ് ദിസ് നോഡ് അല്ലേ. ഈ നോഡിലെ പൊട്ടൻഷ്യൽ വി എസ് ആണെന്നാണ് അതിന്റെ മീനിങ്. ഔട്ട്പുട്ട് എന്തോ ആയിക്കോട്ടെ, ഈ നോഡിലെ പൊട്ടൻഷ്യൽ വി എസ് ആണ്. ഓക്കെ, സോ ഇവിടെ വി എസ് ആണെങ്കിൽ കറണ്ട് എന്തായിരിക്കും, ഇവിടെ വി എസിന് ഒരു ചേഞ്ച് വരത്തില്ല. കാരണം വെർച്വൽ ഗ്രൗണ്ട് തിയറി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പ്രോപ്പർട്ടി ഓഫ് an operational amplifier. So this Vs will be present here. ഇവിടെ വി എസ് പ്രസന്റ് ആണെങ്കിൽ വാട്ട് ഈസ് ദ കറണ്ട് ത്രൂ ആർ എസ്? ഞാൻ കറണ്ട് ത്രൂ ആർ എസിനെ ഞാൻ ഐ ആർ സഫിക്സ് എസ് എന്ന് പറയാം. എന്തായിരിക്കും വാട്ട് ഈസ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ആർ എസ് ഇസിക്കൽ ടു വി എസ് ഡിവൈഡഡ് ബൈ ആർ എസ് അല്ലേ. അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഡൗട്ട് ഒന്നും വരാനില്ല. കറണ്ട് ത്രൂ ദ റെസിസ്റ്റൻസ് ആർ എസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് വി എസ് ഡിവൈഡഡ് ബൈ ആർ എസ് തന്നെയാണ് അല്ലേ. വി എസ് ഡിവൈഡഡ് ബൈ ആർ എസ്. ശ്രദ്ധിക്കുക, ഈ കറണ്ട് ആക്ച്വലി എവിടെ നിന്നാണ് വരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഈ ഒപ്പാമിന്റെ ഇൻപുട്ട് സൈഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹാവിംഗ് ഇൻഫിനിറ്റ് ഐഡിയൽ ഇൻപുട്ട് ഇംപിഡൻസ്. ഇൻപുട്ട് ഇംപിഡൻസ് ടു ആൻ ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻഫൈനൈറ്റ്. അതുകൊണ്ട് തന്നെ
ഔട്ട്പുട്ട് അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഇംപിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എന്താണ് വെരി ലോ, ഐഡിയലി സീറോ. സോ ഒപ്പാമ്പ് ക്യാൻ സോഴ്സ് കറണ്ട്. അതുകൊണ്ട് ഒപ്പാമ്പിന്റെ ഔട്ട്പുട്ടിൽ നിന്നും കറണ്ട് പോകാനോ ഔട്ട്പുട്ടിന്റെ അകത്തേക്ക് കറണ്ടിന് കയറി വരാനോ സാധിക്കും ഡ്യൂ ടു ഇറ്റ്സ് വെരി ലോ വെരി ലോ ഔട്ട്പുട്ട് ഇംപിഡൻസ്. പക്ഷെ ഇൻപുട്ട് സൈഡിൽ കറണ്ടിന് കയറാനോ കറണ്ടിന് ഇറങ്ങി വരാനോ സാധിക്കത്തില്ല ഡ്യൂ ടു വെരി ഹൈ ഇൻപുട്ട് ഇംപിഡൻസ്. സോ ഈ I0 എന്ന് പറഞ്ഞ് താഴേക്ക് കാണിക്കുന്ന കറണ്ട് ആക്ച്വലി ഈ ഒപ്പാമ്പിന്റെ ഔട്ട്പുട്ടിൽ നിന്നാണ് സോഴ്സ് ചെയ്യുന്നത്. ഒപ്പാമ്പ് സോഴ്സ് ചെയ്യുന്ന കറണ്ട് ആണ് അല്ലേ. ഈ I0 താഴേക്ക് വന്നു, ഈ നോഡെത്തി, ഈ ജംഗ്ഷൻ എത്തിയപ്പോൾ ഈ I0ന് വേണമെങ്കിൽ അകത്തേക്ക് സ്പ്ലിറ്റ് ആയി പോവാം ആൻഡ് താഴേക്ക് സ്പ്ലിറ്റ് ആയി പോവാം. പക്ഷേ ഡ്യൂ ടു ദ ഇൻഫിനിറ്റ് ഇൻപുട്ട് ഇംപിഡൻസ് ഓഫ് ദി ഓപ്പറേഷണൽ ആംപ്ലിഫയർ, കറണ്ട് എൻറ്ററിംഗ് ഇൻ ടു ദ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഇസ് ഗോയിങ് ടു ബി സീറോ. അതുകൊണ്ട് തന്നെ ഈ നോഡിൽ കറണ്ട് സ്പ്ലിറ്റ് ആകാതെ ദ സെയിം I0 ഈസ് ഫ്ലോയിങ് ത്രൂ RS. സോ IRS എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് I0. ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻ. ബേസിക് പ്രോപ്പർട്ടി ആയിരുന്നിരുന്നാൽ ചെയ്യാമെന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. IRS ഈസ് നത്തിങ് ബട്ട് I0. സോ I0 നമുക്ക് എന്ത് കിട്ടുന്നു? I0 ഈസ് ഗോയിങ് ടു ബി VS ഡിവൈഡഡ് ബൈ RS. ദാറ്റ് ഈസ് ഓപ്ഷൻ എ. VS ഡിവൈഡഡ് ബൈ RL ഒക്കെ തന്നിട്ടുണ്ട്, അതൊക്കെ തെറ്റായിട്ടുള്ള ആൻസർ ആണ്. ഓക്കെ, VS ഡിവൈഡഡ് ബൈ RS ആണ് നമ്മുടെ ആൻസർ. കാരണം ഈ I0 അകത്തേക്ക് പോകില്ല. ദ സെയിം I0 ഫ്ലോയിങ് ത്രൂ RL ഈസ് ഫ്ലോയിങ് ത്രൂ RS ഓൾസോ. അതാണ് അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ശ്രദ്ധിക്കുക. ഇൻ ദ ഇൻവെർട്ടിംഗ് ഒപ്പാമ്പ് സർക്യൂട്ട് ഷോൺ ബിലോ, ഒരു ഇൻവെർട്ടിംഗ് ഒപ്പാമ്പ് സർക്യൂട്ട് ആണ് കാണിച്ചിട്ടുള്ളത്. ദ റെസിസ്റ്റൻസ് RG ഈസ് chosen as R1 parallel to R2. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, അറിഞ്ഞിരിക്കുക. RG is chosen such that എന്താണ് R1 is parallel to R2. R1 ഉം R2 ഉം എന്താണ് പാരലൽ ആണ്. ഈ ഒരു കാൽക്കുലേഷൻ ബേസ് ചെയ്തിട്ടാണ് RG പുട്ട് ചെയ്യുന്നത്. ആക്ച്വലി ഇവിടെ RG എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഇടേണ്ട കാര്യമില്ല അല്ലേ. കാരണം നമ്മൾ നോക്കുമ്പോൾ ഒപ്പാമ്പിന്റെ അകത്തേക്ക് കറണ്ട് ഫ്ലോ ചെയ്യത്തില്ല. ഈ വോൾട്ടേജ് ഗെയിനിനെ ഒന്നും ഈ RG എഫക്ട് ചെയ്യാനും പോകുന്നില്ല. ബട്ട് സ്റ്റിൽ വൈ RG എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒപ്പാമ്പ് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഐഡിയലി ഇൻഫിനിറ്റ് ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ പോലും there is practically some very small current in the range of nanoamperes that may flow into the operational amplifier. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം ഇതിനകത്ത് എത്ര പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഒപ്പാമ്പിനെ ബയാസ് ചെയ്താലും there will be small biasing difference. അതായത് ഐഡന്റിക്കൽ ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്താൽ പോലും there will be small difference in the biasing value. അതുകൊണ്ട് തന്നെ there may be some very small current that may be taken into the ഒപ്പാമ്പ്. അതിനെയാണ് ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട്, ഇൻപുട്ട് ബയാസ് കറണ്ട് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് അതുപോലെ തന്നെ ഇൻപുട്ട് ബയാസ് കറണ്ട്. ഓക്കെ, സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഇതിനെ മിനിമൈസ് ചെയ്തിരിക്കുക. ഇതിനെ മിനിമൈസ് ചെയ്യണം. ഇതിനെ മിനിമൈസ് ചെയ്യണമെങ്കിൽ we have to put the value of RG such that RG is parallel to R1 and R2. Sorry, RG, the value is equal to R1 parallel to R2. So answer എന്താണ്? It is to reduce the offset current. എന്താണ്? It is to reduce the offset current. Next question. An operational amplifier, it is having a differential gain of 10 to the power 3. ശ്രദ്ധിക്കുക, ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ ഗെയിൻ തന്നിട്ടുണ്ട്. എന്താണ് ഗെയിൻ? ഡിഫറൻഷ്യൽ ഗെയിൻ ഇസ് ഈക്വൽ ടു 10 to the power 3 അല്ലേ. ഡിഫറൻഷ്യൽ ഗെയിൻ ഇസ് 10 to the power 3. ആൻഡ് CMRR എന്ന് പറയുന്ന കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ, വിച്ച് ഇസ് ദ എബിലിറ്റി ഓഫ് ദ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ടു റിജക്ട് ദ കോമൺ മോഡ് സിഗ്നൽസ്. കോമൺ മോഡ് സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് as the signals having same magnitude and same phase at each and every instant of time. അതാണ് കോമൺ മോഡ് സിഗ്നൽസിന്റെ ഡെഫിനിഷൻ. ഓക്കെ, അതായത് അൾട്ടിമേറ്റ്ലി പറഞ്ഞാൽ CMRR എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ട് ഇൻപുട്ടിലും സെയിം വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ the operational amplifier is going to reject the signal for amplification. ശരി, CMRR is nothing but എന്താണ്? CMRR is nothing but difference mode gain by common mode gain. സോ നമുക്ക് ഡിഫറൻസ് മോഡ് ഗെയിൻ തന്നിട്ടുണ്ട്, CMRR തന്നിട്ടുണ്ട്. സോ ജസ്റ്റ് കോമൺ മോഡ് ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാം. അതിന് മുന്നേ എന്താണ് ആക്ച്വലി ചോദിച്ചിരിക്കുന്നത് നോക്കാം. ദി ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ദി ഒപ്പാമ്പ് വിത്ത് ഇൻപുട്ട്. സോ നമ്മുടെ ഒപ്പാമ്പ് 2 ടെർമിനൽ ഇൻപുട്ട് ആണ് അല്ലേ. V1 ഉം V2 ഉം തന്നിട്ടുണ്ട്. V1 is given as 120 volt and V2 is given as 80 volt. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ദ ഒപ്പാമ്പ്? സോ യൂഷ്വലി നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് എന്ന് പറഞ്ഞാൽ,
നമ്മൾ ഒപ്പാമൊക്കെ പഠിക്കുമ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് ഇൻറ്റു ഗെയിൻ അല്ലേ. ഇപ്പോൾ ഇത് ഇൻവേർട്ടിംഗ് കോൺഫിഗറേഷൻ ആണെങ്കിലോ നോൺ ഇൻവേർട്ടിംഗ് കോൺഫിഗറേഷൻ ആണെങ്കിലോ ഗെയിൻ എന്ന് പറഞ്ഞാൽ -RF/RI അല്ലെങ്കിൽ 1 + RF/RI ആയിരിക്കും. അതുപോലെ അപ്പോൾ നമ്മൾ ഗെയിൻ ഇൻറ്റു ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ കേസിലൊക്കെ അസ്യൂം ചെയ്യുന്നത് കോമൺ മോഡ് ഗെയിൻ 0 ആണെന്ന് പറഞ്ഞ് അസ്യൂം ചെയ്യും. കാരണം ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ എന്താണ് ഒപ്പാം ഈസ് ഐഡിയൽ, CMRR is infinity. CMRR infinity means common mode gain is 0. ഇതൊക്കെ അസംഷൻസ് ആണ്. പക്ഷേ ഈ ക്വസ്റ്റിനകത്ത് CMRR ഫൈനൈറ്റ് വാല്യൂ ആണ്. ഇങ്ങനെ ഫൈനൈറ്റ് വാല്യൂ CMRR തന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലോസ്ലി ഒബ്സർവ് ആയിട്ട് പ്രൊസീഡ്, ക്ലോസ്ലി ഒന്ന് ഒബ്സർവ് ചെയ്ത് പ്രൊസീഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്തുകൊണ്ട്? കാരണം CMRR തന്നിട്ടുണ്ടെങ്കിൽ there is a common mode gain, so there is a slight amplification to common mode signal. ശരി, CMRR തന്നിട്ടുണ്ടല്ലേ, CMRR 100 is equal to difference mode gain divided by common mode gain. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കോമൺ മോഡ് ഗെയിൻ is equal to 10 എന്ന് വരും അല്ലേ. AC equal to 10⁻³ divided by 100 which is equal to 10. Output voltage of an op-amp is equal to AD VD plus AC into VC. ഇതാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ആൻ ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഡിഫറൻസ് ഗെയിൻ ഇൻറ്റു ഡിഫറൻസ് വോൾട്ടേജ് പ്ലസ് കോമൺ മോഡ് ഗെയിൻ ഇൻറ്റു കോമൺ മോഡ് വോൾട്ടേജ്. സോ നമ്മൾ VDയും VCയും ഡിഫൈൻ ചെയ്യണം. VD ഡിഫറൻസ് വോൾട്ടേജ് ഇസ് ഇക്വൽ ടു 120 മൈനസ് 80, അതായത് V1 മൈനസ് V2 ആണ് VD എന്ന് പറയുന്നത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം വി ഹാവ് DC ഈക്വൽ ടു V1 പ്ലസ് V2 ഡിവൈഡഡ് ബൈ 2. ഓക്കെ ആണല്ലോ. സോ VD ഉണ്ട്, VC ഉണ്ട്. VD എന്താണ്? 120 മൈനസ് 80 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 40 മൈക്രോ വോൾട്ട്. VC എന്ന് പറഞ്ഞാൽ 120 പ്ലസ് 80 200 ഡിവൈഡഡ് ബൈ 2 ഇസ് 100 മൈക്രോ വോൾട്ട്. കിട്ടിക്കഴിഞ്ഞു, നമുക്ക് ആവശ്യമുള്ള വാല്യൂസ് എല്ലാം കിട്ടിയല്ലേ. ഡിഫറൻസ് മോഡ് ഗെയിൻ എന്താണ്? ഇറ്റ് ഈസ് 10⁻³ ഇൻറ്റു ഡിഫറൻസ് മോഡ് വോൾട്ടേജ് എന്താണ്? 40 മൈക്രോ വോൾട്ടേജ് പ്ലസ് കോമൺ മോഡ് ഗെയിൻ ഇസ് 10 ഇൻറ്റു കോമൺ മോഡ് വോൾട്ടേജ് എത്രയാണ്? കോമൺ മോഡ് വോൾട്ടേജ് ഇസ് 100 മൈക്രോ വോൾട്ട്. ഈ ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം, വാട്ട് ഇസ് ഡിഫറൻസ് മോഡ് ഗെയിൻ, ഡിഫറൻസ് മോഡ് വോൾട്ടേജ് ആൻഡ് വാട്ട് ഇസ് കോമൺ മോഡ് വോൾട്ടേജ് എന്ന്. സോ ഇത് ചെയ്യുമ്പോൾ ആൻസർ നോക്കി, ആൻസർ ഇസ് ഇൻ മില്ലി വോൾട്ട് അല്ലേ. നമുക്കിവിടെ എല്ലാം മൈക്രോ ആണുള്ളത്, ഡിവൈഡ് ബൈ 1000 ചെയ്യാം. സോ ഇതങ്ങ് പോവും 40 മില്ലി വോൾട്ട്, ഈ 1000 അങ്ങ് പോവും പ്ലസ് 1 മില്ലി വോൾട്ട് ഇസ് ഈക്വൽ ടു 41 മില്ലി വോൾട്ട് ആണ് നമ്മളുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. സോ നമ്മുടെ ആൻസർ എന്താണ്? ഇറ്റ് ഇസ് ഗോയിങ് ടു ബി 41 മില്ലി വോൾട്ട്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. Consider the following statements with reference to the ideal voltage follower circuit as shown below. So ഇതൊരു ഐഡിയൽ വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ട് ആകുന്നു. ശരി, ഇതിനകത്ത് എന്തൊക്കെയാണ് ചോദിക്കാനുള്ളത്? ഇതൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ട് ആണ്. This is a standard voltage follower circuit where the voltage is applied to the non-inverting terminal. Non-inverting terminal വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? There will not be any എന്താണ് ഫേസ് ഷിഫ്റ്റ് അല്ലേ. There will not be any ഫേസ് ഷിഫ്റ്റ്. ശരി, ഓപ്ഷൻ എ യൂണിറ്റി ഗെയിൻ ആൻഡ് നോ ഫേസ് ഷിഫ്റ്റ് കറക്റ്റ് ആണ്. ദിസ് ഇസ് എ വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ട്. നെഗറ്റീവ് ഫീഡ്ബാക്ക് പ്രസന്റ് ആണോ? പ്രസന്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ്, ഇവിടെ ഞാൻ അപ്ലൈ ചെയ്യുന്ന സപ്ലൈ വോൾട്ടേജ് വിൽ ബി ഡയറക്ട്ലി കമ്മിങ് അറ്റ് ദി ഔട്ട്പുട്ട് Vs equal to V0. So the gain of the circuit is unity and there is no phase shift. കാരണം this is a എന്താണ് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ ആംപ്ലിഫിക്കേഷൻ. ആംപ്ലിഫിക്കേഷനിലൂടെ വരുന്നില്ല, സോ ഇറ്റ് ആക്ട്സ് ലൈക്ക് എ ബഫർ. ആംപ്ലിഫിക്കേഷൻ പർപ്പസിന് അല്ലാതെ നമ്മൾ ആംപ്ലിഫയർ യൂസ് ചെയ്യുമ്പോൾ when the gain is 1, V0 is a buffer. So unity gain and no phase shift കറക്റ്റ് ആണ്. ഇൻഫിനിറ്റ് ഗെയിൻ തെറ്റാണ്. കാരണം എന്താണ്? ദിസ് ഇസ് എ വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ട്. ഇൻപുട്ട് ഗെയിൻ ഇൻപുട്ട് വോൾട്ടേജ് തന്നെയാണ് ഔട്ട്പുട്ട് വോൾട്ടേജ്. സോ ഓപ്ഷൻ 2 ഇസ് റോങ്. വെരി ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് ആൻഡ് വെരി ലോ ഔട്ട്പുട്ട് ഇംപിഡൻസ് കറക്റ്റ് ആണ്. വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ട് നാച്ചുറലി നമ്മൾ BJT ഒക്കെ നോക്കിയാലും വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ട് ഇംപിഡൻസ് മാച്ചിങ്ങിനൊക്കെ യൂസ് ചെയ്യും. ഇറ്റ് ഇസ് ഹാവിംഗ് എ ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് ആൻഡ് ലോ ഔട്ട്പുട്ട് ഇംപിഡൻസ് അല്ലേ. സോ 3 കറക്റ്റ് ആണ്. ഫോർത്ത് വൺ, ഇറ്റ് ഇസ് എ ബഫർ ആംപ്ലിഫയർ. ബഫർ തന്നെയാണ്. കാരണം എന്താണ്? ആംപ്ലിഫിക്കേഷൻ പർപ്പസേ വരുന്നില്ല. സോ 1ഉം 3ഉം 4ഉം കറക്റ്റ് ആണ് അല്ലേ. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാൻ നോക്കി. Okay, which of these statements are correct? Option C, 1, 3 and 4 is going to be the correct answer. So next,
ഒരു 3-phase സർക്യൂട്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് മെഷർമെന്റ്സിനകത്തും ചോദിക്കാം. ഏതാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. 3 star connected load. 3 star connected load of 3 angle 60 ohm. സ്റ്റാർ കണക്റ്റഡ് ലോഡ് ആണ് ശ്രദ്ധിക്കുക. സ്റ്റാർ കണക്റ്റഡ് ലോഡ് ശരി താഴെ വരയ്ക്കാം. സോ വി ഹാവ് എ സ്റ്റാർ കണക്റ്റഡ് ലോഡ്. ഇവിടെ ഒരു ലോഡ് പ്രസന്റ് ആയിരിക്കും, ഈ പോയിന്റിൽ ലോഡ് പ്രസന്റ് ആയിരിക്കും, ഇവിടെയും ലോഡ് പ്രസന്റ് ആയിരിക്കും. ഓഫ് 3 angle 60 ohm. ഓരോന്നിന്റെ വാല്യൂ എന്താണ്? 3 angle 60 അല്ലേ? ശരി. ആൻഡ് 3 delta connected load of 9 angle 60. സോ ഇത് 3 angle 60. ഇനി എന്താണ് നമ്മുടെ ഉള്ളത്? 3 delta connected ലോഡ് അല്ലേ? ഡെൽറ്റ കണക്റ്റഡ് ആയിട്ട് നമുക്ക് ലോഡ് ഉണ്ട്. ഈച്ചിന്റെ വാല്യൂ എന്താണ്? 9 angle 60. ആർ കണക്റ്റഡ് ഇൻ പാരലൽ and fed from a 3-phase balanced source. And is fed from a 3-phase balanced source. So basically നമുക്ക് ഇവിടെ 3-phase balanced source ഉണ്ട്. So 3-phase balanced source എന്ന് പറയുമ്പോൾ ഞാൻ RYB and ന്യൂട്രൽ എന്ന് പറയുന്നു. ഇവിടെ സ്റ്റാർ ആയതുകൊണ്ട് ഞാൻ ന്യൂട്രൽ ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ. It is fed from a 3-phase balanced source having line to neutral voltage 120. So എന്താണ് line to neutral voltage എന്താണ്? This is 120 volt. The line current drawn from the supply. Magnitude മാത്രമേ തന്നിട്ടുള്ളൂ. So what is the value of line current drawn from the supply? So ശ്രദ്ധിക്കുക, ലൈൻ കറണ്ട് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഡെൽറ്റയുടെ പ്രത്യേകത എന്താണ്? ഡെൽറ്റയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസും ലൈനും ഫേസ് വോൾട്ടേജും ലൈൻ വോൾട്ടേജും സെയിം ആയിരിക്കും അല്ലേ? സ്റ്റാറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് കറണ്ടും ലൈൻ കറണ്ടും സെയിം ആയിരിക്കും. സോ ഇൻ ദ കേസ് ഓഫ് എ സ്റ്റാർ, ലൈൻ കറണ്ട് ഇൻ ദ കേസ് ഓഫ് എ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഫേസ് കറണ്ട്. ദാറ്റ് ഈസ് ഫേസ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഫേസ് ഇംപെഡൻസ് അല്ലേ? 3 angle എന്താണ് 60 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് 40 angle minus 60. It is going to be എന്താണ് 40 angle minus 60. ആംഗിൾ നമുക്ക് നോക്കേണ്ട കാര്യമില്ല, നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. എന്നാലും ആംഗിൾ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യാൻ, ചുമ്മാ ആഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നെങ്കിലും അറിയണ്ടേ അല്ലേ? സിമിലർലി വി ഹാവ് ലൈൻ കറണ്ട് ഇൻ ദ കേസ് ഓഫ് എ ഡെൽറ്റ. ലൈൻ കറണ്ട് ഇൻ ദ കേസ് ഓഫ് എ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈൻ കറണ്ട് ഇൻ ദ കേസ് ഓഫ് എ ഡെൽറ്റ നമുക്ക് അറിയത്തില്ല അല്ലേ? കാരണം എന്താണ്? ഈ കറണ്ട് അറിയണമെങ്കിൽ നമ്മൾ ഫേസ് കറണ്ട് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഫേസ് വോൾട്ടേജ് എന്താണ്? വാട്ട് ഇസ് ദ ഫേസ് വോൾട്ടേജ്? ഫേസ് വോൾട്ടേജ് ഇസ് ലൈൻ വോൾട്ടേജ്. ലൈൻ വോൾട്ടേജ് ഇസ് √3 ടൈംസ് ഫേസ് വോൾട്ടേജ്. 120 √3 ആണ് ഇതിന് അക്രോസ് വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് അല്ലേ? 120 √3. 120 √3 divided by 9 angle 60. Divided by 9 angle 60. ഇതെന്ന് പറഞ്ഞാൽ ലൈൻ കറണ്ട് ആയില്ല. ദിസ് ഇസ് ഓൺലി ഫേസ് കറണ്ട് ഇൻടു √3 കൂടെ ചെയ്താൽ യു ആർ ഹാവിംഗ് എന്താണ് ലൈൻ കറണ്ട്. സോ എത്രയാണ് വരുന്നത്? ദിസ് ഈസ് 120 into 3 divided by 9 angle minus 60. സോ രണ്ട് കറണ്ടും ഇംപിഡൻസ് സെയിം ആയതുകൊണ്ട് നമുക്ക് കറണ്ടിൽ ഒരു ഡൗട്ട് വരുന്നില്ല. ഇംപിഡൻസ് സെയിം ആയതുകൊണ്ട് വി ക്യാൻ പ്രൊസീഡ് അല്ലേ? സോ -60 സോ നമ്മൾ ആംഗിൾ ഇനി നോക്കുന്നില്ല. 120 into 3 divided by 90 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് അഗൈൻ 40 angle minus 60. സോ ടോട്ടൽ കറണ്ട് എന്താണ്? കറണ്ട് ഇസ് ഈക്വൽ ടു സ്റ്റാറിലെ കറണ്ട് പ്ലസ് ആൻഡ് ഡെൽറ്റയിലെ കറണ്ട്. സ്റ്റാറിലെ കറണ്ട് ആൻഡ് ഡെൽറ്റയിലെ കറണ്ട് എന്തായിരിക്കും? IL പ്ലസ് IL എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 40 പ്ലസ് 40. സോ ആൻസർ ഈസ് ഗോയിങ് ടു ബി എന്താണ്? 80 amperes. ആൻസർ എന്താകുന്നു? ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 80 amperes. നെക്സ്റ്റ് മെഷർമെന്റ്സിന്റെ ഒരു ക്വസ്റ്റ്യൻ. എ 400 volt 3-phase rated frequency balanced source is supplying power to a balanced 3-phase load carrying a line current at an angle of 30 degree lagging. സോ ഇങ്ങനത്തെ വാട്ട്മീറ്ററിന്റെ ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ വാട്ട്മീറ്ററിന്റെ ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു ആംഗിളിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ. സോ നിങ്ങൾ ഈ 2 വാട്ട് മീറ്റർ മെത്തേഡിനെ നിങ്ങൾ അനാലിസിസ് നടത്തുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും 30 ഡിഗ്രി പവർ ഫാക്ടർ ആംഗിൾ വന്നു കഴിഞ്ഞാലുള്ള പ്രത്യേകത. വാട്ട് മീറ്റർ റീഡിംഗ് W1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് VL into IL into cos 30 - 5.
W2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VL ഇൻറ്റു IL ഇൻറ്റു cos 30 പ്ലസ് 5. സോ ഈ കേസിനകത്ത് ഫൈ എന്ന് പറയുന്നത് 30° വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം 1 വാട്ട് മീറ്റർ വിൽ ഷോ ദ ഡബിൾ റീഡിംഗ്. കാരണം W1 ഈ കേസിനകത്ത് W1 ഇസിക്കൽ ടു cos 30 മൈനസ് 30 എന്ന് പറയുമ്പോൾ VL ഇൻറ്റു IL ആയി. W2 എന്ന് പറയുമ്പോൾ cos 30 പ്ലസ് 30 അല്ലേ, ദാറ്റ് ഈസ് cos 60 sin 30. ദാറ്റ് മീൻസ് VL IL by 2. സോ ഈ കേസിൽ എന്താണ്, W1 is twice of W2. സോ ശ്രദ്ധിക്കേണ്ടത് തന്നേക്കുന്ന റീഡിങ്സ് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യാം. ഒബ്സർവ് ചെയ്യുമ്പം ഏതെങ്കിലും റീഡിംഗ് ഒന്നിനേക്കാളും ഡബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ആണെങ്കിൽ ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. കാരണം 30° ലാഗിങ്ങിന്റെ പ്രത്യേകത അതാണ്. 30° ആണ് ലോഡ് ആംഗിൾ, അല്ലെങ്കിൽ ഓക്കെ 30° ആണ് ആംഗിൾ ബിറ്റ്വീൻ എന്താണ്, ഓക്കെ വാട്ട് എവർ ഇറ്റ് ഇസ്, ലോഡ് ആംഗിൾ ആണെങ്കിൽ നമുക്ക് പറയാം 1 വാട്ട് മീറ്റർ വിൽ ഷോ ദ ഡബിൾ റീഡിംഗ്. നോക്കാം ഓപ്ഷൻ എ 2000 and 1000 ചാൻസ് ഉണ്ട് അല്ലേ. വേറെ ഏതെങ്കിലും ഓപ്ഷൻ അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. 1500 1500 ചാൻസേ ഇല്ല. ഇത് വരണമെങ്കിൽ രണ്ടും സെയിം റീഡിംഗ് വരണമെങ്കിൽ 5 ഷുഡ് ബി 0. നമുക്കറിയാം രണ്ടിലും 5 0 ആണെങ്കിൽ ബോത്ത് റീഡിംഗ്സ് വിൽ ബി സെയിം. നെക്സ്റ്റ് ഇസ് 2000 and 1500 ചാൻസ് ഇല്ല. 1500 and 1500 ചാൻസ് ഇല്ല. സോ നമുക്ക് ഇനി കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. അവർ ആൻസർ ഇസ് ഗോയിങ് ടു ബി 2000 വാട്ട്സ് ആൻഡ് 1000 വാട്ട്സ്. ഇതിനകത്ത് വോൾട്ടേജ് ഒക്കെ തന്നിട്ടുണ്ട്, കറണ്ടും തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും നിങ്ങൾക്ക് കിട്ടും. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ ശ്രദ്ധിക്കുക, 30° ലാഗിങ്, പവർ ഫാക്ടർ ആംഗിൾ 30° എന്നൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡബിൾ റീഡിംഗ് ഉണ്ടോ എന്ന് നോക്കാം. മീൻ മാഗ്നിറ്റ്യൂഡ് ഡബിൾ ആവുന്ന റീഡിംഗ് പ്രസന്റ് ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഗോയിങ് ടു ബി ദ ഫൈനൽ ആൻസർ. ശ്രദ്ധിക്കാം. A CRO is operated in the X5 mode. A CRO is operated in the X5. A CRO is operated with the X and Y settings. Okay, X and Y settings തന്നിട്ടുണ്ട്. 0.5 milliseconds per centimeter and 100 millivolt per centimeter. അതായത് എക്സ് സെറ്റിംഗ് ആണിത് 0.5 millisecond per centimeter. അപ്പൊ ഞാൻ ഒരു യൂണിറ്റ് ഒരു സെന്റിമീറ്റർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എക്സ് ആക്സിസ് ഒരു ഗ്രിഡ് പോലെ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ, CRO സ്ക്രീൻ നോക്കി കഴിഞ്ഞാൽ. സോ എക്സ് ആക്സിസിൽ 0.5 milliseconds ആണ് ഒരു യൂണിറ്റ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് യൂണിറ്റ് ഉണ്ടാവാം. വൈ ആക്സിസ് നോക്കുമ്പോൾ 100 millivolt per centimeter ആകുന്നു. സോ ഹിയർ വി ഹാവ് 100 millivolt per centimeter. സോ വൈ ആക്സിസിലേക്ക് പോകുമ്പോൾ ഒരു യൂണിറ്റ് 100 millivoltനെ കാണിക്കുന്നു അല്ലേ. ഒരു യൂണിറ്റ് എന്താണ്, 100 millivoltനെ കാണിക്കുന്നു. The screen of CRO is 10 centimeter into 8 centimeter. ഓക്കെ, അതായത് എക്സ് ആൻഡ് വൈൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 10 centimeter ആണ്. 1 centimeter 0.5 milliseconds ആണെങ്കിൽ ടോട്ടൽ എക്സ് 10 centimeter എത്ര മില്ലിസെക്കൻഡ്സിനെ കാണിക്കാം, 5 milliseconds. 0.5 into 10 എന്ന് പറയുമ്പോൾ 5 milliseconds എക്സ് ആക്സിസിൽ കാണാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ വൈ ആക്സിസിനകത്ത് 8 centimeter ഉണ്ടാവും അല്ലേ. വൈ ആക്സിസിനകത്ത് 8 centimeter പ്രസന്റ് ആണെങ്കിൽ 1 centimeter 800 millivolt അല്ലേ. അങ്ങനെയാണെങ്കിൽ 8 centimeter എന്ന് പറയുമ്പോൾ 800 millivolt. ശരി, സോ നമുക്ക് മൊത്തത്തിൽ ഒരു ധാരണ കിട്ടി അല്ലേ. എ സൈൻ വേവ് ഓഫ് ഫ്രീക്വൻസി, ഇനി ക്വസ്റ്റ്യൻ എന്താണ് മെൻഷൻ ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ഇറ്റ് ഈസ് ഗിവൺ എ സൈൻ വേവ് ഓഫ് ഫ്രീക്വൻസി 200 Hz and RMS amplitude എന്ന് പറഞ്ഞാൽ RMS value of RMS value 300 millivolt. Frequency 200 Hz and amplitude RMS value 300 millivolt is applied to Y input. ഓക്കെ, എക്സ് ഇൻപുട്ടിൽ കൊടുക്കേണ്ട കാര്യമില്ല, കാരണം എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് സ്വീപ്പ് സിഗ്നൽ ആണ് എക്സിൽ കൊടുക്കുന്നത്. സോ ഇറ്റ് ഇസ് ഗിവൺ as ഇൻപുട്ട് എന്ന് തന്നെയാണ്. ഈ വൈ എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് വരരുത്. ഇറ്റ് ഇസ് ഗിവൺ ടു വൈ ഇൻപുട്ട്. അങ്ങനെയാണെങ്കിൽ ദ സ്ക്രീൻ വിൽ ഷോ 1 cycle of undistorted sine wave, 2 cycle ആണോ, 1 cycle of sine wave with clipped amplitude. അതായത് ആംപ്ലിറ്റ്യൂഡ് മൊത്തത്തിൽ നമുക്ക് CRO സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ, അതാണ് ക്ലിപ്ഡ് ആംപ്ലിറ്റ്യൂഡ്. ഓപ്ഷൻ ഡി 2 cycles അല്ലേ, വിത്ത് ക്ലിപ്ഡ് ആംപ്ലിറ്റ്യൂഡ്. നമുക്ക് നോക്കാം. ഇതിനകത്ത് ആദ്യമേ അറിഞ്ഞിരിക്കുന്നത് സൈൻ വേവ് അല്ലേ. നമുക്കൊരു സൈൻ വേവിന്റെ സ്റ്റോറി ആണെന്ന് പറയുന്നുണ്ട്. വി ആർ ഹാവിംഗ് എ സൈൻ വേവ്. സൈൻ വേവിന്റെ ഫ്രീക്വൻസി ഈസ് ഗിവൺ as 200 Hz.
So time period of the sine wave എന്താണ് 1 by frequency is equal to 1 by 200. എത്രയാണ് 1 by 200 എന്ന് പറയുന്നത്? 1 by 2 എന്ന് പറഞ്ഞാൽ 0.5, 0.5 into 10 to the power minus 2 എന്ന് പറയുന്നത് എന്താണ്? It is 5 milliseconds. അതായത് ഞാൻ തന്നിരിക്കുന്ന ഈ സ്ക്രീനിനകത്ത് ഈ ടൈം പീരീഡ് ഓഫ് ദ സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 milliseconds ആണ്. ഇനി എൻ്റെ CRO സ്ക്രീനിൽ മൊത്തത്തിൽ എക്സ് ആക്സിസ് 5 milliseconds ആണ്. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് പ്രോപ്പർലി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ സൈൻ വേവ് ഫുൾ ആയിട്ട് കാണാൻ സാധിക്കും അല്ലേ? സോ ഐ ക്യാൻ സീ വൺ സൈൻ വേവ് ഫുൾ, അതായത് ഒരു സൈക്കിൾ എനിക്ക് കാണാൻ സാധിക്കും. പക്ഷെ നമുക്ക് ഡിസ്റ്റോർട്ടഡ് ആണോ അൺഡിസ്റ്റോർട്ടഡ് ആണോ എന്ന് നമ്മൾ പറയാറായിട്ടില്ല. അത് പറയണമെങ്കിൽ വി ഹാവ് ടു ഗെറ്റ് ദ നോളജ് ഫ്രം ദ എന്താണ് വൈ. ശ്രദ്ധിക്കുക, ഇതിനകത്ത് സോ ഒരു സൈക്കിൾ ആണെന്ന് കിട്ടി അല്ലേ? ഒരു സൈക്കിൾ ഉറപ്പായി, കാരണം 5 milliseconds മതി ഒരു സൈക്കിൾ കാണിക്കാൻ. ഓഫ് RMS ആംപ്ലിറ്റ്യൂഡ് 300 millivolt എന്ന് പറഞ്ഞാൽ RMS വാല്യൂസ് 300 millivolt. അതിന്റെ അർത്ഥം പീക്ക് വാല്യൂ എന്താണ്? പീക്ക് വാല്യൂ ഇസ് ഗോയിങ് ടു ബി, ശ്രദ്ധിക്കുക, ഈ സൈൻ വേവ് ആണല്ലേ. സോ നമുക്ക് പീക്ക് വാല്യൂ കാണാൻ സാധിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് ആംപ്ലിറ്റ്യൂഡ് ക്ലിപ്പ് ആകാതെ നമുക്ക് CROയിൽ ഒബ്സർവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അല്ലേ? സോ പീക്ക് വാല്യൂ ഇതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ശ്രദ്ധിക്കുക, 800 millivolt ആണ് ടോട്ടൽ വൈ ആക്സിസിൽ കാണാൻ സാധിക്കുന്നത്. സോ ഞാൻ ഈ ആക്സിസ് സെന്ററിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മുകളിലേക്ക് 400 millivolt താഴേക്ക് 400 millivolt കാണാൻ സാധിക്കും അല്ലേ? 400 400. അത് മതിയോ എന്ന് നോക്കിക്കേ. ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ RMS, അതായത് RMS is given as 300 millivolt. ശ്രദ്ധിക്കുക, RMS is given as 300 millivolt. അതിന്റെ അർത്ഥം ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും, അല്ലെങ്കിൽ പീക്ക് വാല്യൂ എന്തായിരിക്കും? ഇറ്റ് ഈസ് 300 into √2. 300 into √2. √2 എന്ന് പറഞ്ഞാൽ 1.414. ഇറ്റ് ഇസ് എ വാല്യൂ ഗ്രേറ്റർ ദാൻ 400 volt അല്ലേ? ഇറ്റ് ഇസ് എ വാല്യൂ ഗ്രേറ്റർ ദാൻ 400 volt. സോ ആക്ച്വലി ഇപ്പൊ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഞാൻ എക്സാക്ട്ലി സെന്ററിൽ പിടിച്ചാലും, എക്സാക്ട്ലി സെന്റർ ഓഫ് ദ CROയിൽ ഞാൻ പിടിച്ചാൽ പോലും ദ മെയിൻ ഇഷ്യൂ ഇസ് എൻ്റെ പീക്ക് ആംപ്ലിറ്റ്യൂഡ് എനിക്ക് മൊത്തം കാണാൻ സാധിക്കത്തില്ല. ഇറ്റ് വിൽ ബി ക്ലിപ്ഡ്. എന്താണ്? ആംപ്ലിറ്റ്യൂഡ് എനിക്ക് ക്ലിപ്പായിട്ട് മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. കാരണം എന്താണ്? മൊത്തത്തിൽ ഞാൻ സെന്ററിൽ വെച്ചാൽ എനിക്ക് 400 millivolt വരെ ആംപ്ലിറ്റ്യൂഡ് എനിക്ക് CRO കാണിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ പീക്ക് വാല്യൂ ഓഫ് ദ സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400-നേക്കാളും മുകളിലാണ്. സോ സം പോർഷൻ ഓഫ് ദ വേവ് ഫോം വിൽ ഗെറ്റ് ക്ലിപ്ഡ്. സോ നമുക്ക് ഒരു ഫുൾ സൈക്കിൾ കാണാൻ സാധിക്കും, പക്ഷേ ആംപ്ലിറ്റ്യൂഡ് വൈസ് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. So we have one cycle of sine wave with clipped amplitude. Amplitude എന്തായി? ക്ലിപ്പ് ആയി പോയി. ഓക്കെ ആണല്ലോ? ശരി. നെക്സ്റ്റ്, ഇൻ ആൻ ഓസിലോസ്കോപ്പ്, 2 listeners figure of X and Y are observed. This indicates that ratio of the vertical input signal frequency to that of the horizontal input frequency. അതായത് വെർട്ടിക്കൽ ഇൻപുട്ട് സിഗ്നൽ ഫ്രീക്വൻസി ടു ഹൊറിസോണ്ടൽ ഇൻപുട്ട് സിഗ്നൽ ഫ്രീക്വൻസി എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. റേഷ്യോ നമുക്കറിയാം, ലിസണേഴ്സ് ഫിഗറിൽ FY/FX എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഹൊറിസോണ്ടൽ ടാൻജൻസീസ് ബൈ നമ്പർ ഓഫ് വെർട്ടിക്കൽ ടാൻജൻസീസ് അല്ലേ? നമ്പർ ഓഫ് ഹൊറിസോണ്ടൽ ടാൻജൻസി, നമ്പർ ഓഫ് ഇൻഡിക്കേറ്റ് ദ റേഷ്യോ ഓഫ് വെർട്ടിക്കൽ ഇൻപുട്ട് സിഗ്നൽ ഫ്രീക്വൻസി ടു ഹൊറിസോണ്ടൽ ഇൻപുട്ട് സിഗ്നൽ ഫ്രീക്വൻസി അല്ലേ? ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഹൊറിസോണ്ടൽ ടാൻജൻസീസ് ബൈ നമ്പർ ഓഫ് വെർട്ടിക്കൽ ടാൻജൻസീസ്. ഓക്കെ, ഞാൻ ഇനി എക്സ് എന്ന് പറയുന്ന സിഗ്നൽ നോക്കാം. എത്ര ഹൊറിസോണ്ടൽ ടാൻജൻസി ഉണ്ട്? 1, 2 and 3. സോ നമ്പർ ഓഫ് ഹൊറിസോണ്ടൽ ടാൻജൻസി ഈസ് 3. വെർട്ടിക്കൽ ടാൻജൻസി നോക്കാം. ഞാനൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇവിടെയും ടാൻജന്റ് ആണ്, ഇവിടെയും ടാൻജന്റ് ആണ് അല്ലേ? സോ ഐ എം ഹാവിംഗ് വെർട്ടിക്കൽ ടാൻജൻസി ആസ് 2. സോ വിച്ച് ഇംപ്ലൈസ് FY/FX is equal to 3 divided by 2. ശരി, അപ്പൊ എക്സിന്റെ കഥ കിട്ടി അല്ലേ? എക്സിന്റെ റേഷ്യോ 3/2. വൈന്റെ കഥ നോക്കാം. സോ ഇതൊരു ഓപ്പൺ ആയിട്ടിരിക്കുന്ന ലിസണേഴ്സ് ഫിഗർ ആണ് അല്ലേ? ക്ലോസ്ഡ് അല്ല. ശ്രദ്ധിക്കുക. സോ നമ്പർ ഓഫ് ഹൊറിസോണ്ടൽ ടാൻജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 1, ഇവിടെ പകുതിയേ ഉള്ളൂ. ജസ്റ്റ് ടച്ച് ചെയ്ത് പോയാൽ നമുക്ക് പകുതി എടുക്കേണ്ടി വരും. സോ ദിസ് ഇസ് 1 and this is 0.5. സോ ദ നമ്പർ ഓഫ് ഹൊറിസോണ്ടൽ ടാൻജൻസീസ് ഫോർ വൈ. വൈന്റെ കേസിൽ നമ്പർ ഓഫ് ഹൊറിസോണ്ടൽ ടാൻജൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1.5. വെർട്ടിക്കൽ ടാൻജൻസി എന്താണ്? ദിസ് ഇസ് വെർട്ടിക്കൽ ടാൻജൻസി. വെർട്ടിക്കൽ ടാൻജൻസി എന്താണ്? ഒരു ടാൻജന്റ് മാത്രമേ ഉള്ളൂ അല്ലേ? ഈ ടാൻജന്റ് ഈ ലൈൻ എലോങ് ആയിട്ട് പോകുന്നു.
along the tangent നമുക്ക് വരയ്ക്കാം. So I'm having only one vertical tangency. So vertical tangency is 1. So which implies Fy by Fx is equal to number of horizontal tangency by number of vertical tangency, which is 1.5, which is again 3/2. So ശ്രദ്ധിക്കുക, ratio എന്താണ്? It is 3/2 for x and also it is 3/2 for y. So നമ്മുടെ ആൻസർ എന്താണ്? ആൻസർ is going to be 3/2 for x and 3/2 for y. ഇതാണ് റേഷ്യോ എന്ന് പറയുന്നത്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തി ചോദിക്കാമെന്നുള്ളതേ ഉള്ളൂ. ശ്രദ്ധിക്കാം, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. A watt meter reads 10 kilowatt when its current coil is connected in R phase and potential coil is connected across R and neutral of a 400 balanced 400 volt അല്ലേ? R/B ആണ് phase sequence. The line current is 54. ഒരുപാട് കഥകൾ പറയുന്നുണ്ട്. 10 kilowatt കാഴ്ചവെക്കും എപ്പോഴാണ്? When the current coil is connected in R phase, potential coil is connected across R and balanced 400 volt. So ശ്രദ്ധിക്കുക, വളരെ ക്വിക്ക് ആയിട്ട് പറയാനാണെങ്കിൽ this is VR, VY and VB. ഇങ്ങനെ ഞാൻ വരയ്ക്കാൻ കാരണം RYB ആണ് phase sequence എന്ന് പറയുന്നുണ്ട്. So 10 kilowatt ആണ് phase value അല്ലേ? Phase power എന്ന് പറഞ്ഞാൽ എന്താണ്? It is 10 kilowatt. That means V phase into I phase into cos of phi. So ഇവിടെ നിന്ന് നമുക്ക് പവർ ഫാക്ടർ എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. 10 kilowatt അല്ലേ? 10 kilowatt ആണ് phase power is equal to V phase എന്താണ്? V phase is 400 by √3 into I phase എന്താണ്? I phase തന്നെയാണ് I line current 54 into cos phi. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ്? cos phi is equal to 0.8 എന്ന് നിങ്ങൾക്ക് കിട്ടും. You are going to get cos phi equal to 0.8. തൽക്കാലം ഇത്രയും കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കാം. അതിന്റെ മീനിങ് VR ഇതാണെങ്കിൽ I am having IR at a lagging power factor angle. Okay, lagging power factor angle phi is equal to cos inverse of 0.8. ശ്രദ്ധിക്കുക, if the potential coil is reconnected across B and Y with the current coil in R phase, അതിന്റെ അർത്ഥം എന്താണ്? ശ്രദ്ധിക്കുക, ഇനിഷ്യലി കറണ്ട് കോയിൽ R ഫേസും പൊട്ടൻഷ്യൽ കോയിൽ ന്യൂട്രലിനും ഈ ഫേസിനും അക്രോസ് ആണ് കണക്ട് ചെയ്തിരുന്നത് അല്ലേ? സോ നമുക്ക് ഫേസ് പവർ കിട്ടി. സെക്കൻഡ് കേസിൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ കറണ്ട് കോയിലിൽ R ഫേസും പൊട്ടൻഷ്യൽ കോയില് B ഫേസിനും Y ഫേസിനും അക്രോസ് ആണ് കണക്ട് ചെയ്തിരുന്നത്. B ഫേസിനും Y ഫേസിനും അക്രോസ്. ഇതൊരു സ്റ്റാൻഡേർഡ് ടൈപ്പ് ഓഫ് കണക്ഷൻ ആണ്. ഈ ഒരു സ്റ്റാൻഡേർഡ് ടൈപ്പ് ഓഫ് കണക്ഷനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ യു ആർ ഗോയിങ് ടു ഗെറ്റ് ദ വാല്യൂ ഓഫ് റിയാക്റ്റീവ് പവർ. നിങ്ങൾക്ക് എന്താണ്? റിയാക്റ്റീവ് പവർ ആണ് ഇതിനകത്ത് കിട്ടാൻ പോകുന്നത്. പെട്ടെന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഇതിനകത്ത് നമുക്ക് 0.8 എന്ന് കിട്ടി അല്ലേ? സോ VR IR cos phi ആണ് 0.8. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് VBY into IR into cosine of angle between these two will give you the value of the power. So now the VBY എന്തായിരിക്കും? VBY is nothing but VB minus VY അല്ലേ? ഇതെല്ലാം 120 degree out of phase ആയിരിക്കും. VB plus minus VY എന്ന് പറയുമ്പോൾ this is minus VY. ഈ ഒരു സമ്മിനെയാണ് VBY എന്ന് പറയുന്നത് അല്ലേ? This is VBY. ഈ ആംഗിൾ എന്തായിരിക്കും? This is going to be 60 degree and this is going to be 30 degree. ഇതെല്ലാം ബാലൻസ്ഡ് ആണല്ലേ? സോ VBY and IR എന്ന് പറയുന്നത് ഇത് ഈസ് ആക്ച്വലി എന്താണ്? 90+5 ആയിരിക്കും. സോ പവർ ഇൻഡിക്കേറ്റർ എന്താണ്? VBY into IR into cosine of angle between these two എന്താണ്? 90+5. VBY എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 400 അല്ലേ? ലൈൻ വോൾട്ടേജ് RMS is 400. IR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 54 into cos of 90+5 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് sin phi. എന്താണ്? ഇറ്റ് ഈസ് sin phi. sin phi എന്താണ്? cos phi 0.8 ആണെങ്കിൽ sin phi is root of 1 minus cos square phi. എത്ര കിട്ടും? 0.6 എന്ന് കിട്ടും. So substitute the value of 0.6 here. 400 into 54 into 0.6. ഇത് ചെയ്ത് കഴിഞ്ഞാൽ you are going to get the answer. ആൻസർ എത്ര കിട്ടും? അറൗണ്ട് 13 കിലോവോൾട്ട് ആയിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും.
സോ ആക്ച്വലി ഇവിടെ എന്താണ് സംഭവിച്ചത്? VBR into IR into cos of 90 plus 5 അല്ലേ? സോ നമുക്ക് ഇവിടെ എന്താണ് റിയാക്റ്റീവ് പവർ ആണ് ആക്ച്വലി മെൻഷൻ കിട്ടിയെന്ന് ശ്രദ്ധിക്കാം. അതായത് വാട്ട് മീറ്റർ കണക്ട് ചെയ്യുമ്പോൾ കറണ്ട് കോയിൽ ഒരു ലൈനിനകത്തും പൊട്ടൻഷ്യൽ കോയിൽ മറ്റേ 2 ലൈൻ അക്രോസും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ആർ ആക്ച്വലി ഗെറ്റിംഗ് ദ റിയാക്റ്റീവ് പവർ കൺസ്യൂംഡ് ഇൻ ദ സർക്യൂട്ട്. എന്താണ്? വി ആർ ഗെറ്റിംഗ് ദ റിയാക്റ്റീവ് പവർ കൺസ്യൂംഡ് ഇൻ ദ സർക്യൂട്ട്. സോ ഇതാണ് നമ്മുടെ എക്സ്പ്ലനേഷൻ. ഈ 13 കിലോ വാട്ട് എന്ന് കാണിച്ചിട്ടുണ്ട്. കിലോ വാട്ട് എന്ന് കാണിക്കാൻ കാരണം വാട്ട് മീറ്റർ റീഡ് ചെയ്യുന്നതാണ് കിലോ വാട്ട്, ബട്ട് ദിസ് ഇസ് ആക്ച്വലി ദ റിയാക്റ്റീവ് പവർ ഇൻ ദ സർക്യൂട്ട് ആണ് നിങ്ങൾ മനസ്സിലാക്കിക്കോളാം. സോ ആൻസർ എന്താണ്? 13 കിലോ വാട്ട്. സോ ഇതൊക്കെയാണ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഒരു ഈസി ടു മോഡറേറ്റ് അല്ല, ഒരു മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് ലെവലിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഈസി ടു മോഡറേറ്റ് ലെവലിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഇന്നത്തേക്ക് ഇത്രയും മതിയാവും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.